ഇന്നത്തെ നമ്മുടെ പരിപാടി ഈ ഒരു ഷോളിലാണ് കേട്ടോ. എങ്ങനെയുണ്ട്? നല്ലൊരു അടിപൊളി കളറല്ലേ? ടോപ്പും പാൻസും ഒക്കെ കാലങ്ങൾക്ക് മുന്നേ ഇവിടെ പറഞ്ഞു പോയെങ്കിലും ഇതിനെ അങ്ങ് വിട്ടുകളയാൻ തോന്നിയില്ല. ഒരു രൂപമാറ്റമൊന്നും പ്രതീക്ഷിച്ചതായിരുന്നില്ല. ഏതെങ്കിലും പറ്റിയൊരു ഡ്രസ്സ് വന്നാൽ അതിനൊരു ഷോളായിട്ട് ഉപയോഗിക്കാമല്ലോ എന്ന് വിചാരിച്ച് കാത്ത് സൂക്ഷിച്ച് വെച്ചുകൊണ്ടിരുന്നതായിരുന്നു. പക്ഷേ എന്ത് ചെയ്യാൻ, നമുക്ക് മാത്രം ആഗ്രഹം ഉണ്ടായിട്ട് കാര്യമില്ലല്ലോ. ഷോളിനും അതിനുള്ള ഒരു യോഗം വേണമല്ലോ. അവന് യോഗം ഉണ്ടായില്ല. അങ്ങനെ ഇരുന്നപ്പോഴാണ് ഇവനെ വെട്ടിമുറിച്ച് വേറെ എന്തെങ്കിലും ആക്കാലോ എന്നുള്ള സംഭവം നമ്മുടെ മനസ്സിൽ വന്നത്. പ്രത്യേകിച്ച് എൻ്റെ മമ്മിയുടെ മനസ്സിൽ. കാരണം ഇതെൻ്റെ ഷോളല്ല, മമ്മിയുടെ ഷോളാണ്. എൻ്റെ ഒരു ഡ്രസ്സിന് വേണ്ടി ഞാൻ മുന്നേ ഒരു സ്കാലപ്പ് നെക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അന്ന് തൊട്ട് മമ്മി പറയുന്നതാണ് എനിക്കും വേണം ഇതുപോലൊരു നെക്കെന്ന്. പക്ഷേങ്കിൽ ഇതുവരെ അത് ചെയ്തു കൊടുക്കാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ പിന്നെ ഈ ഒരു ഡ്രസ്സിൽ അതും കൂടി അങ്ങ് പരിഹരിച്ച് കൊടുക്കാമെന്ന് കരുതി. അപ്പോൾ നമ്മൾ നമ്മുടെ സ്കാലപ്പ് നെക്കൊക്കെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഓൾമോസ്റ്റ് നമ്മുടെ സ്റ്റിച്ചിങ്ങും കഴിഞ്ഞിട്ടുണ്ട്. മൂപ്പർ ഉദ്ദേശിച്ചത് റൗണ്ട് നെക്കിലായിരുന്നു. പക്ഷേങ്കിൽ ഞാൻ ചെയ്തു വന്നപ്പം സംഭവം സ്ക്വയറായി. പിന്നെ വേറെ വഴിയില്ലാത്തത് കൊണ്ട് പാവം അതിൽ ഓക്കെ ആയി. ഇതാണ് മമ്മിക്ക് കൂടുതൽ ചേരുന്നതെന്ന് പറഞ്ഞപ്പം ഡബിൾ ഓക്കെ. അപ്പോൾ എങ്ങനെയുണ്ട് നമ്മുടെ ഫൈനൽ ലുക്ക് വന്നിട്ട്? സ്ക്വയറും അടിപൊളിയല്ലേ? അടുത്ത ടെൻഷൻ ഏത് ഷോൾ വെച്ച് പെയർ ചെയ്യുന്നുള്ളതായിരുന്നു. പിന്നെ അതിൽ കരിനീല ഡിസൈൻ ഉള്ളതുകൊണ്ട് ആ ഒരു കളർ തന്നെ ചൂസ് ചെയ്യാമെന്ന് കരുതി. അപ്പോൾ ഓവറോൾ ലുക്ക് കണ്ടിട്ട് എങ്ങനെയുണ്ടെന്ന് പറയണേ. ടാറ്റാ.